ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പം രാവിലെ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 8 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എണീറ്റ് ഫ്രഷായി എന്നിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുക. അത് അച്ചാച്ചൻ്റെ ഗ്ലാസ്സാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഇസു എണീറ്റിട്ടില്ല, ഇസു ഉറക്കമാണ്. അപ്പം ഞാൻ കരുതി ഒരു ഫുൾ ഡേ കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും ഇന്നൊരു ഫുൾ ഡേ വ്ളോഗ് എടുക്കണം എന്ന്. കുറേ നാളായി നമ്മുടെ ചാനലിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് കംപ്ലീറ്റ് ചെയ്തിട്ട്, അതായത് രാവിലെ ടു രാത്രി ചെയ്തിട്ട് ഒത്തിരി നാളെന്ന് വെച്ചാൽ ഒരുപാട് നാളായി. അപ്പോൾ എനിക്കൊരാഗ്രഹം ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്ന് കഴിഞ്ഞ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എടുക്കുമ്പോഴത്തേന് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല. അപ്പം ഇന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു എടുത്ത് നോക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ മാക്സിമം ശ്രദ്ധിക്കും കേട്ടോ. ഇന്നലെ രാത്രി മുഴുവൻ മഴയായിരുന്നു. ഇന്ന് രാവിലെ വലിയ പ്രശ്നമില്ല. എനിക്ക് ഒരുപാട് പേർക്ക് വെള്ളത്തിലൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് ഈ മഴ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. എന്ന് വെച്ചാൽ മഴ ഇഷ്ടമാണ്, പക്ഷെ മഴ വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര മടിച്ചു. എന്നെക്കൊണ്ട് ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. എങ്കിൽ മഴ വരുമ്പം പൊതച്ചും കൂടി കിടന്നുറങ്ങാനോ അങ്ങനെയുള്ള സംഭവം ഒന്നുമല്ല. എനിക്ക് മഴയായി കഴിഞ്ഞാൽ ഒരു ജോലി ചെയ്യാൻ പറ്റാതെ ഞാൻ ഭയങ്കര മടിച്ചെന്ന് വെച്ചാൽ ഭയങ്കര മടിച്ചായിരുന്നു. ഇന്നലെയൊക്കെയെന്ന് വെച്ചാൽ മടിയുടെ അങ്ങേയറ്റമായിരുന്നു. കാരണം ചെറിയൊരു പനിയുടെ ഒരു അസ്വസ്ഥതയും പിന്നെ മഴയും എല്ലാം കൂടെ ആയപ്പോഴത്തേനും ഒരു രക്ഷയില്ല, ഒന്നും ചെയ്തിട്ടേ ഇല്ല, അത്രയ്ക്ക് മടിയായിരുന്നു. അപ്പം ഇന്നലെ ഞാൻ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പിന്നെ എൻ്റെ മടി കാരണം വ്ളോഗ് പോലും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. അപ്പോൾ ഞാൻ ചായ കുടിക്കട്ടെ കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിലേ പിന്നീട് വോയിസ് ഓവർ ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടം ഇങ്ങനെ സംസാരിച്ച് തന്നെ പോകുന്നതാട്ടോ. പക്ഷേ നമ്മൾ തന്നല്ലല്ലോ, എല്ലാവരും ഉള്ളപ്പം എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടും ഉണ്ട്. അതുപോലെ പല സംസാരം വരുന്നത് കൊണ്ട് അപ്പം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാനിവിടെ തറാന്ന് പറയുമ്പോൾ അടുത്ത ആൾ അവിടെ പറയാന്ന് പറയും. അതുകൊണ്ട് ഭയങ്കര പാടാട്ടോ. അതാണ് ഞാൻ മാക്സിമം വോയിസ് ഓവർ ചെയ്യുന്നത്. ഇപ്പോൾ എന്തോ ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ആകെപ്പാടെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ പ്രശ്നമൊന്നുമില്ല. അത് കഴിഞ്ഞ് അപ്ലോഡ് ആകുമ്പോഴത്തേന് ഞാൻ പറഞ്ഞത് തന്നെ വോയിസ് ഓവർ ചെയ്യുന്ന തന്നെ വീണ്ടും ഒക്കെ വരും. എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്നുകൂടി ഇൻസ്റ്റാൾ ചെയ്ത് നോക്കണം. അതോ ഇനി ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം അത് നോക്കണം. പിന്നെന്താ വിശേഷങ്ങൾ? വേറെ വിശേഷങ്ങളായിട്ടൊന്നുമില്ല. ഇസുവിന് പനിയുണ്ടായിരുന്നു. ഇസുവിന് ഇന്നലെ ഹോസ്പിറ്റലിൽ ഒന്നുകൂടെ കൊണ്ടുപോയി ആൻറ്റിബയോട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പനിയായിട്ടല്ല കേട്ടോ, നല്ല കഫമുണ്ട്. അപ്പം ഞാൻ ഇതുപോലെ ചോദിച്ചായിരുന്നു, ഇതുപോലെ പശുമ്പാൽ കൊടുക്കുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ, പശുമ്പാൽ കൊടുക്കാമെന്ന്. അപ്പോൾ ഡോക്ടർ വന്ന് ഒരു ദിവസം 2 ഗ്ലാസ് വരെ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഇസു ആകെ അതിനെ ആശ്രയിച്ച് മാത്രം ഇപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അവൾക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. മറ്റേ എന്താ സംഭവം, അതുകൊണ്ട് ആൻറ്റിബയോട്ടിക് തന്നിട്ടുണ്ട്. അപ്പം അത് 5 ദിവസം കൊടുത്തിട്ട് കുറവില്ലെങ്കിൽ വീണ്ടും കൊണ്ടു ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ എല്ലാവർക്കും പനിയാട്ടോ. പപ്പയ്ക്കൊരു പനി, എവിടോ കൊട്ടിയം വരെ പോയി പപ്പയ്ക്കൊരു പനി വന്നത്. അത് പിന്നെ മമ്മിക്കായി, അച്ചാച്ചനായി, ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയായി. പിന്നെ വലിയ പ്രശ്നമില്ലാതെ വന്നത് എനിക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും ഇച്ചിരി ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പത്രം വന്നേ കേട്ടോ, പത്രത്തിൻ്റെ പൈസ കൊടുക്കാനുണ്ട്, നിൽക്കാൻ പറഞ്ഞതാണ്. അപ്പം എല്ലാവർക്കും പനിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കുഴപ്പമില്ല കേട്ടോ. അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. ചായ കുടിച്ച് അടുക്കള. ഞാനിപ്പോൾ അടുക്കളയിലോട്ട് വന്നപ്പോൾ മമ്മി സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പരിപ്പൊക്കെ കഴുകി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതെല്ലാം കൂടെ കുക്കറിലോട്ടാക്കി അടപ്പയിലങ്ങ് വെക്കുന്നത്. സാധാരണ ഞാൻ സാമ്പാർ വെക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പുമൊക്കെ അതിൽ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ വെക്കുന്നത്. ഇത് ഞാൻ വേറെ ഏതോ സ്വപ്ന ലോകത്തായിരുന്നെന്ന് തോന്നുന്നു. ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പൊന്നും ഇട്ടില്ല, ഡയറക്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങ് വെച്ചിട്ടേ ഉള്ളൂ. അപ്പം മമ്മി ചപ്പാത്തി ഉണ്ടാക്കുമായിരുന്നേ. അപ്പം ഞാൻ പരത്തിത്തരാം മമ്മി ചൂടാൻ. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ ആകുമ്പം പെട്ടെന്ന് പരിപാടി നടക്കും കേട്ടോ. ഞാനങ്ങ് സ്പീഡിൽ പരത്തി
കൊടുക്കും. മമ്മി അപ്പോൾ ചുട്ടാൽ മതിയല്ലോ. അങ്ങനെ പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേനും മമ്മി സാമ്പാർ വിസിലടിച്ചപ്പോഴത്തേനും മമ്മി സാമ്പാർ നോക്കാനല്ല, സാമ്പാർ ശരിയാക്കാൻ പോയി. ഞാൻ പിന്നെ ചപ്പാത്തി ബാക്കി ചുട്ടെടുത്തു. പിന്നെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു. മമ്മിക്കാണെന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് ചുടിയിക്കാൻ വലിയ തൃപ്തിയില്ല കേട്ടോ. കാരണം മമ്മി ചുടുമ്പം ഇങ്ങനെ ഫുൽക്ക പോലെ ഓരോന്നും ഇങ്ങനെ സമയമൊക്കെ എടുത്ത് ഇങ്ങനെ തുണി കൊണ്ട് പൊക്കിയൊക്കെയാണ് ചെയ്യുന്നത്. ഞാനാണെന്ന് അത്രയും പെട്ടെന്ന് ജോലി തീർക്കും, അത്ര തന്നെ ഉള്ളൂ. മമ്മിക്ക് ചപ്പാത്തി മമ്മി തന്നെ ചുട്ടെടുക്കുന്ന കേട്ടോ തൃപ്തിയുള്ളത്. മമ്മി മെനക്കെടുന്ന പോലെ നമ്മൾ മെനക്കെടത്തില്ലെന്ന് മമ്മിക്കറിയാം. അപ്പം മമ്മി ഇങ്ങനെ രണ്ട് സൈഡും ഒരു ഹാഫ് കുക്ക് ചെയ്തിട്ട് ഇങ്ങനെ തുണി കൊണ്ട് പിടിച്ച് മമ്മി അത് കറക്റ്റ് ഫുൽക്കയാക്കി എടുക്കും കേട്ടോ. അപ്പം അത്രയൊന്നും ചെയ്തെടുക്കാനുള്ള ക്ഷമ എനിക്കില്ല. അപ്പം ഞാൻ ഈസി വേ ആട്ടോ. അപ്പം പിന്നെ മമ്മി സാമ്പാറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മമ്മി എന്നിട്ട് പപ്പയ്ക്ക് ഷുഗർ കുറഞ്ഞ് മമ്മി ഷുഗർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ കടുക് വറുത്താൽ മാത്രം മതിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കടുകൊക്കെ വറുത്തു. അപ്പോൾ ഇങ്ങനെ കടുക് വറുത്ത് സാമ്പാറിലോട്ട് ഒഴിക്കുമ്പോൾ ആ ഒരു മണം ഉണ്ടല്ലോ എൻ്റെ പൊന്ന് സാറേ. അങ്ങനെ പിന്നെ നമ്മുടെ ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്, സാമ്പാറും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത കേട്ടോ. എനിക്കിങ്ങനെ സാമ്പാർ മുങ്ങി തപ്പട ചപ്പാത്തിയൊക്കെ നമ്മുടെ ഇലക്ഷൻ്റെ അന്നത്തെ ദിവസം കേട്ടോ, മറ്റേ എവിടെയാണ് പുതുപ്പള്ളിയിലെ. അപ്പോൾ കാപ്പിയുടെയൊക്കെ കഴിഞ്ഞു. ഇസയെ കുളിപ്പിച്ചുകൊണ്ടൊക്കെ വന്നു. ഞാനല്ല, അച്ചാച്ചൻ. ഞാൻ കുളിപ്പിക്കാൻ പറഞ്ഞപ്പം അവൾക്ക് ഞാൻ കുളിപ്പിക്കേണ്ട ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ കുളിപ്പിച്ചുകൊണ്ടൊക്കെ വന്നു. അവരുടെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നതിന് ഏറ്റവും വലിയ ടാസ്ക് മരുന്ന് കൊടുക്കല്. കുടിച്ചാൽ മതി, തീർന്ന് ഇച്ചിയുള്ളൂ. ഭയങ്കര പാടാട്ടോ ഇസുന് മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്. മരുന്ന് കാണുമ്പോഴത്തേന് അവൾ കരയാൻ വേണ്ടിയിട്ട് തുടങ്ങും. പിന്നെ കൊടുത്തല്ല പറ്റും. ഞാൻ കുറച്ച് ഫോഴ്സ് ചെയ്ത് തന്നെ കേട്ടോ മരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് പേടിയായി, മണ്ടയ്ക്ക് കയറുമെന്നൊക്കെ പേടിയാണ്. എന്നാലും ഇങ്ങനെ തലയൊക്കെ പൊക്കി പിടിച്ച് എപ്പോഴും കരയിച്ച് തന്നെ കേട്ടോ മരുന്ന് കൊടുക്കുന്നത്. അവൾ വേണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഫ്ലേവർ ചില മരുന്നുകളാണെന്നുണ്ടെങ്കിൽ ചില മരുന്ന് ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തന്നെത്താനെ കുടിക്കും. പക്ഷേ ആൻറ്റിബയോട്ടിക്കൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഫോഴ്സ് ചെയ്ത് കരയിപ്പിച്ചൊക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും അവളിങ്ങ് തിരിച്ച് തുപ്പി ഇങ്ങ് തരും. അപ്പോൾ ഭയങ്കര കഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അങ്ങേയറ്റം കഷ്ടപ്പെട്ടാലേ ഇസയ്ക്ക് മരുന്ന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ മരുന്നൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അവൾക്ക് പാലൊക്കെ കാച്ചി കൊടുത്തു. പിന്നെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ കഴുകിയിട്ടു. ബീട്രൂട്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബീട്രൂട്ടൊക്കെ ചെത്തി ഇട്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഈ സംഭവത്തിൽ ഇട്ടങ്ങ് ഗ്രേറ്റ് ചെയ്ത് എടുക്കും. എൻ്റെ ചോപ്പർ കേടാട്ടോ. ചോപ്പർ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം മേടിച്ചത് ഗണേഷിൻ്റെ ചോപ്പറായിരുന്നു. നല്ല ചോപ്പറായിരുന്നു കേട്ടോ. പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേന് അതിൻ്റെ വള്ളി അങ്ങ് പൊട്ടിപ്പോയി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ചോപ്പറിൻ്റെ വള്ളിയൊന്നും പൊട്ടിയിട്ടൊന്നുമില്ല. പക്ഷേ ഒരു വിധത്തിൽ 2 വലി വലിച്ചു കഴിഞ്ഞാൽ പിന്നെ 3ാമത്തെ വലി വലിക്കാൻ പറ്റത്തില്ല. ഭയങ്കര ടൈറ്റായിട്ടിരിക്കുന്നത് പോലെ തോന്നും. പക്ഷേ ആദ്യത്തെ ചോപ്പർ നല്ലതാട്ടോ. ഇത് ഞാൻ കോംബോ ആയിട്ട് 2 എണ്ണം വാങ്ങിയത്. അത് 2ഉം ഇതുപോലെ തന്നെ ഉള്ളതായിപ്പോയി. അപ്പോൾ ഞാൻ പിന്നെ ഈ സംഭവത്തിയിട്ട് ഗ്രേറ്റ് ചെയ്തങ്ങ് എടുക്കും. മറ്റേ കുത്തി അരിഞ്ഞുകൊണ്ടിരിക്കാൻ വയ്യാത്തതുകൊണ്ട്. പക്ഷേ ഇത് ഗ്രേറ്റ് ചെയ്യുന്നതിന് വേറെ ടേസ്റ്റാണ്, എനിക്കിഷ്ടമല്ല കേട്ടോ. പിന്നെ മെനക്കിടാൻ വയ്യാത്തതുകൊണ്ട് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് അങ്ങ് ഗ്രേറ്റ് ചെയ്തതന്നേ ഉള്ളൂ. പിന്നെ മമ്മി മീനൊക്കെ വറക്കുന്നുണ്ട്. ഞാൻ പിന്നെ പച്ചമോരുണ്ടാക്കാൻ കരുതി. കുറേ തൈര് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അതങ്ങനെ വച്ചേക്കാതെ ഞാനത് അടിച്ച് പച്ചമോരാക്കും കേട്ടോ. അപ്പം പച്ചമോരാകുമ്പം എല്ലാവരും കുടിക്കാൻ വേണമെങ്കിൽ കുടിക്കുകയും ചെയ്യട്ടെന്ന് കരുതി. പക്ഷേ പനി ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാനും അച്ചാച്ചനും കൂടെ തന്നെ കേട്ടോ ഇത്രയും പച്ചമോര് കുടിച്ച് തീർത്തത്. പിന്നെ അതിൽ കുറച്ച് ഇഞ്ചിയും കുറച്ച് കരിയാപ്പിലയും കുറച്ച് പച്ചമുളകും ഉപ്പും എല്ലാം കൂടെ ഇട്ട് വെക്കും. പിന്നെ ഉള്ളി ഞാൻ ഇടത്തില്ല കേട്ടോ. കാരണം ഉള്ളി ഇട്ട് കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് അതങ്ങ് പന്നലായിട്ട് വേറൊരു ടേസ്റ്റ് ആവും. അതുകൊണ്ട് ഉള്ളി അരിഞ്ഞിടത്തില്ല. പക്ഷേ ഉള്ളി ഇടുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ പിന്നീട് അത് കൊള്ളത്തില്ല. പിന്നെ കുറച്ച് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചു. എൻ്റെ ചമ്മന്തിയുടെ റെസിപ്പിയൊക്കെ കുറേ ഷെയർ ചെയ്തതായതുകൊണ്ട് ചുമ്മാ ഷെയറൊന്നും ചെയ്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് അരയ്ക്കാം കേട്ടോ. ഇവിടുത്തെ മിക്സിയുടെ ഈ ഒരു ജാറ് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി സൂപ്പറാട്ടോ. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചമ്മന്തി അരഞ്ഞ് കിട്ടും. പക്ഷേ അവിടുത്തെ വീട്ടിലൊന്നും ഇത്രയും പറ്റത്തില്ല. ഇത്
അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ആ ചമ്മന്തി അരയ്ക്കുന്ന കാര്യത്തിൽ. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മമ്മി അപ്പം നേരത്തെ മീൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മമ്മി മീൻ വറക്കുന്നുണ്ട് കേട്ടോ. അപ്പം അടുക്കളയിലെ പണികളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ പോകുന്നത് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണം കേട്ടോ. എന്നും ഇങ്ങനെ തൊട്ട് സമയത്ത് മുഹൂർത്തത്തിലാണ് കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ പോയിട്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഞാൻ മോരുവെള്ളമായിട്ട് എടുത്തു, മോരുവെള്ളം കുടിക്കുക. അപ്പോൾ ഇനി മമ്മി മീൻ വറക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, തൂത്തൊക്കെ വരണം, അതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പോയി എഡിറ്റ് ചെയ്തിട്ട് കാണാമേ. അങ്ങനെ എഡിറ്റൊക്കെ ചെയ്തിട്ട് വന്ന് ചോറ് കഴിച്ചു. മമ്മി ചോറ് വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. ബീട്രൂട്ട് തോരൻ, ചമ്മന്തി, മീൻ വറുത്തത്, ബീഫ് ഫ്രൈ. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി ചോറ് കഴിച്ചു. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിയ കോരമീനുണ്ടല്ലോ, ആ മീൻ വറുത്തതാട്ടോ. പിന്നെ കുറച്ച് നേരം കിടക്കും, ഒരു 2:30 മുതൽ ഒരു 4:30-5 മണി വരെയൊക്കെ കിടക്കും. ഉറങ്ങിയൊന്നും ചെയ്യല്ല കേട്ടോ. എഡിറ്റ് ചെയ്യാൻ വല്ലതും ഉണ്ടെങ്കിൽ എഡിറ്റൊക്കെ ചെയ്ത്, അല്ലെ ഷോർട്സൊക്കെ എഡിറ്റ് ചെയ്ത്, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ യൂട്യൂബിൽ ആരുടെയെങ്കിലും വീഡിയോ ഒക്കെ കണ്ട്, അല്ലെങ്കിൽ ഷോർട്സൊക്കെ കണ്ട് ഇങ്ങനെ കുറച്ച് നേരം കിടക്കും. അപ്പം ഫോണൊക്കെ നോക്കിയിരിക്കുമ്പോൾ ഇങ്ങനെ ഉറക്കം വരത്തുമില്ല. ചിലപ്പോൾ ഒന്ന് ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് കിടക്കുമ്പോഴത്തേന് ഇസു ഉണർന്നിരിക്കുമായിരിക്കും. അപ്പോൾ പിന്നെ ഉറങ്ങാനും പറ്റത്തില്ല കേട്ടോ. ഞാൻ ഉറങ്ങിയാലും അവളെന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പിന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ മെനക്കെടത്തില്ല. പിന്നെ ഒരു 4-5 മണി ആയപ്പോഴത്തേന് എഴുന്നേറ്റു. കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകിയിട്ടു. ചിലപ്പോൾ ഞാൻ മെഷീനിൽ കഴുകും, അല്ലെന്നുണ്ടെങ്കിൽ കല്ലിലങ്ങ് കഴുകും. ഇന്ന് കല്ലിലാണ് കഴുകിയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് എൻ്റെ ഭർത്താവ് ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കുന്നു. ഞാൻ തുണി കഴുകുമ്പോൾ അവിടെ നിന്നപ്പോഴത്തേന് 100 വട്ടം എന്നെ വിളിച്ച് അതെങ്ങനെ ഇതെങ്ങനെ, പിന്നെ അതൊന്ന് നോക്ക് ഇതൊന്ന് നോക്കെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചാനലിൽ ഞാൻ ഷോർട്സിൽ ബ്രെഡ് ഓംലേറ്റ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് അങ്ങ് ചെയ്യാൻ. പിന്നെ അങ്ങനെ കണ്ടിട്ട് ചെയ്ത കേട്ടോ. അപ്പോൾ ആ പാത്രത്തിൽ അങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലാസ്റ്റ് മുട്ട കുറച്ച് അധികം വന്നപ്പോഴും അതങ്ങ് സ്ക്രാമ്പിൾ ചെയ്തെടുത്തേ കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ മമ്മി ചായയൊക്കെ ഇട്ടു. അങ്ങനെ ചായയും ബ്രെഡ് ഓംലേറ്റൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കൊള്ളായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ ഇസയ്ക്ക് ഫ്രിഡ്ജിൽ സോസ് ഇരിക്കുന്നത് ഞാൻ വന്നപ്പോഴത്തേന് എനിക്ക് അതും സോസ് കൂടെ കൂട്ടി തിന്നണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ സോസ് എടുത്തപ്പോഴത്തേന് ഇസയ്ക്ക് പിന്നെ ബ്രെഡ് വേണ്ട, സോസ് മാത്രം മതി. അങ്ങനെ പിന്നെ തൂക്കാനൊക്കെ ഉണ്ടായിരുന്നു, തൂക്കിയൊക്കെ ചെയ്തു. പിന്നെ കുളിച്ചിട്ടൊക്കെ വന്ന് ഞാൻ മാമാടത്തിൻ്റെ അന്ന് സ്മിട്ടനിൽ നിന്ന് വന്ന സംഭവം ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ജസ്റ്റ് ഒരു ഫേസ് മാസ്ക് ഒക്കെ ഇട്ടു. പക്ഷേ ഇത് സംഭവം കൊള്ളായിരുന്നു കേട്ടോ. ആദ്യം ഒരു എരിച്ചിലുണ്ടായിരുന്നു, പിന്നെ കുഴപ്പമില്ല. അങ്ങനെ പിന്നെ അതൊക്കെ കഴുകി ഫുഡ് കഴിച്ചുകൊണ്ട് ഇനി ഫുഡൊന്നും വേണ്ട. അപ്പോൾ പ്രാർത്ഥിക്കുക, കിടന്നുറങ്ങുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. താങ്ക്